ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ കുറേ അടുത്ത് പോകേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ പോയി കഴിഞ്ഞ് നേരെ നമ്മൾ ലച്ചുവിൻ്റെ ബർത്ത്ഡേക്ക് പോവാണ്. അപ്പോൾ ചേച്ചി 2 ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രെയിമിൻ്റെ. അപ്പോൾ അതെല്ലാം റെഡിയാക്കിയിട്ട് ഞാൻ ബാഗ് ഇട്ടുകൊണ്ടാണ് കേട്ടോ പോകുന്നത്. നമ്മുടെ വീടിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ, അതായത് മേളിൽ നിന്ന് താഴോട്ട് ഇറങ്ങിയാൽ മാത്രം മതി. അപ്പോൾ ഫ്രെയിം നമ്മൾ കയ്യിൽ പിടിച്ചുകൊണ്ട് പോയാൽ അവൾ കാണും. എന്തായാലും സർപ്രൈസ് പൊളിയണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ ബാഗിലൊക്കെ ഇട്ടിട്ട് പോയത്. അപ്പോൾ ഞാൻ അവിടെ ചെന്നു നേരെ ബെല്ലൊക്കെ ഇടിച്ചിട്ട് മാറി നിൽക്കുകയാണ് കേട്ടോ. അവൾ എല്ലാവരെയും പ്രതീക്ഷിച്ച് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തർ വരുമ്പോഴും അതിൻ്റെ സന്തോഷം അവിടെ മുഖത്ത് കാണാറുണ്ട്. അപ്പോൾ ഞാൻ മാറി നിന്നപ്പോഴത്തേക്ക് അച്ചു ലച്ചു ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർ വരുമ്പോഴും ഇതുപോലൊരു ബഹളം അവിടെ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അനിയത്തിയുടെ ബർത്ത്ഡേക്ക് ചേച്ചിക്കാണ് കേട്ടോ ഫുൾ എക്സൈറ്റ്മെൻറ്റ്. അത് അവളാണ് തുള്ളിച്ചാടി നിൽക്കുന്നത്. അപ്പോൾ ചേച്ചി ബലൂണൊക്കെ കൊണ്ടുവരാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബലൂൺ കൊണ്ടുവന്നിട്ടുണ്ട്. അത് എൻ്റെ ബാഗിൽ നിന്ന് എടുക്കാനുള്ള തത്രപ്പാടിലാണ് അവൾ അവിടെ നിൽക്കുന്നത്. എൻ്റെ വ്ളോഗിൽ ഒരു ഹായ് പറഞ്ഞാലേ ബലൂൺ തരത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നാണം കുടുങ്ങി നിൽക്കുകയാണ്. എങ്കിലും ഞാൻ ബലൂണൊക്കെ എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ബലൂൺ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ എപ്പോൾ വീർപ്പിച്ച് കഴിയുമെന്ന് ഒരു പിടിയില്ല. ഒരുപാട് വലിയ ആഘോഷമൊന്നും അല്ല കേട്ടോ, ഒരു ചെറിയ ബർത്ത്ഡേ ഫംഗ്ഷൻ. നമ്മൾ ചേച്ചിയുടെ മക്കളും എല്ലാവരും കൂടി ഒരു ചെറിയ ബർത്ത്ഡേ ഫംഗ്ഷൻ. പിന്നെ അവൾ തന്നെ ഇരുന്ന് ബലൂണൊക്കെ വീർപ്പിക്കുന്നുണ്ട്. അപ്പം ഞാൻ ചെറിയൊരു ഫോട്ടോ ഫ്രെയിം അവൾക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബലൂൺ വീർപ്പിക്കുന്നതിൻ്റെ ധൃതിയിലായ പിന്നെ ആ ഫ്രെയിം അവിടെ തന്നെ വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അവളോട് വേഗം പൊട്ടിക്കാൻ പറഞ്ഞു. അങ്ങനെ അവൾ വലിച്ച് പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോയാണ് കേട്ടോ ഫ്രെയിം ചെയ്തത്. അപ്പോൾ അവൾ എന്തായാലും എൻ്റെ ബാഗ് ചെക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആദ്യം കയറി ചെന്നപ്പോഴേ അങ്ങ് ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചത്. അല്ലാതെ കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് ഗിഫ്റ്റ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. എന്തുമായാലും അവൾ കണ്ടുപിടിക്കും, അതിന് മുന്നേ ഞാൻ അങ്ങ് കൊടുത്തു എന്നേ ഉള്ളൂ. ചേച്ചി അവളോട് ഒരുങ്ങാൻ പറഞ്ഞാണ്. എന്നിട്ടും ബലൂൺ വീർപ്പിച്ചിട്ടേ ഒരുങ്ങത്തുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ അടിയിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് ബലൂൺ വീർപ്പിക്കാൻ നോക്കുകയാണ്. നല്ല കട്ടിയുള്ള ബലൂണായിരുന്നു. വായയുടെ പണി കഴിഞ്ഞു എന്ന് തന്നെ പറയാം. നല്ല രീതിയിൽ പാടായിരുന്നു കേട്ടോ അത് വീർപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കേക്ക് വന്നു. അപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോകണം കേട്ടോ. ബലൂണൊക്കെ വീർപ്പിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്ന് പൊട്ടി നടക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഒരു കുഞ്ഞുവാവ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ ബലൂൺ പെട്ടെന്ന് സൗണ്ട് കേട്ട് പേടിച്ച് കരയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ബലൂണൊക്കെ നമ്മൾ പറക്കി സെറ്റിൽ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് അവളുടെ കേക്ക്. ഞാൻ പറഞ്ഞില്ലേ വലിയ അങ്ങ് ആഘോഷമൊന്നുമല്ല, ചെറിയ ഒരു ആഘോഷം നടത്തുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി കേക്ക് കട്ട് ചെയ്യാനുള്ള ബഹളമായിരുന്നു ഇനി കുറച്ച് നേരത്തേക്ക്. അപ്പോൾ എല്ലാത്തിനെയും ഒന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ അതിപ്പോൾ തന്നെ അതിൻ്റെ കാര്യത്തിൽ തീരുമാനമാവും. അതുകൊണ്ട് നമ്മൾ മാറ്റി നിർത്തി കേക്കൊക്കെ എടുത്ത് ടേബിളിൽ സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം വന്നാൽ മതി എന്ന് പറഞ്ഞ് എല്ലാവരും ഒന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട് കേട്ടോ. അവളത് ഇപ്പോൾ തന്നെ കട്ട് ചെയ്യാനിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി കണ്ടിട്ട് വരാം കേട്ടോ. കഴിഞ്ഞു. ഇനി ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്യുന്ന ടൈമാണ്. അപ്പോൾ ഇതാണ് ചേച്ചി തന്ന ഓർഡർ. അപ്പോൾ ഇത് നമ്മുടെ ഇൻസ്റ്റാ പേജായ ബെഹൻസ് കോർണറിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇതുപോലുള്ള ഫോട്ടോ ഫ്രെയിംസും നെയിം സ്ലിപ്സും പോളറോയിഡ്സും ഒക്കെ നമ്മുടെ പേജിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും വേണ്ടവർ ഒന്ന് DM ചെയ്താൽ മാത്രം മതി. അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് ഫ്രെയിംസ് കസ്റ്റമൈസ്ഡ് ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പറ്റുവാണെങ്കിൽ നമ്മളെ ഒന്ന് ഫോളോ ചെയ്തേക്കാം കേട്ടോ. നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ഓണമൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ഓഫേഴ്സൊക്കെ നമ്മൾ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ബർത്ത്ഡേ ഫംഗ്ഷൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ കുറേ ഗിഫ്റ്റൊക്കെ കിട്ടി അവൾ നല്ല ഹാപ്പിയാണ്. എന്തായാലും എല്ലാവരും നമുക്കൊരു ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമായ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.